തിരുവനന്തപുരം മാര്യനാട് ബീവറേജിലുണ്ടായ മോഷണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 1 ലക്ഷം രൂപയുടെ മദ്യക്കുപ്പികൾ കടത്തിയതായി പോലീസ്. ബീവറേജസ് ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് കവർച്ച നടത്തിയത്. പാലക്കാട് ഓങ്ങല്ലൂരിൽ ബസ് ബൈക്കുമായി കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിന് കാരണം അമിത വേഗതയെന്ന് നിഗമനം. നെല്ലിന് കേന്ദ്ര സർക്കാർ അധികമായി അനുവദിച്ച തുക സംസ്ഥാന സർക്കാർ നൽകുന്നില്ലെന്ന പരാതിയുമായി കർഷക സമിതി. കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന കർഷകദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. കൊല്ലത്തെ പ്രാദേശിക ടെലിവിഷൻ ചാനലായ CTVയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. A. പരീത് കുഞ്ഞിനെ ചെയർമാനായും S. സാജനെ മാനേജിംഗ് ഡയറക്ടറായും മുരളീകൃഷ്ണനെ ഡയറക്ടറായും തെരഞ്ഞെടുത്തു. പാലക്കാട് പരിതൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റിയ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭരണസമിതി അംഗങ്ങൾ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു. സെക്രട്ടറിയെ തുടർച്ചയായി സ്ഥലം മാറ്റിയത് 12 തവണ. പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതോടെ സമരം അവസാനിപ്പിച്ചു. തൃശൂർ SIS കേരള യുവജന സമ്മേളനത്തിൽ എൻജൻ എക്സ്പോ സംഘടിപ്പിച്ചു. ന്യൂറോ ജനറേഷന്റെ അറിവിനെയും പ്രയോഗത്തെയും സ്വപ്നങ്ങളെയും ഒരുപോലെ സംബോധന ചെയ്യാനുള്ള പരിശ്രമമായിരുന്നു എക്സ്പോ. നൂറ്റാണ്ടുകാലമായി തവനൂരിലെ ജനങ്ങളുടെ ജനകീയ ഡോക്ടറായിരുന്ന വിജിത് വിജയശങ്കറിന് യാത്രയയപ്പ് നൽകി. മലപ്പുറം തവനൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ്. കോവിഡ് കാലത്ത് ഏറെ സേവനങ്ങൾ ചെയ്തയാളാണ് വിജിത്. തെക്കൻ എത്യോപ്യയിലുണ്ടായ വാഹനാപകടത്തിൽ 60-ലേറെ പേർ മരിച്ചു. അപകടമുണ്ടായത് കിഴക്കൻ മേഖലയായ ബോണ സൂറിയ വൊറേഡയിലെ ജലാന പാലത്തിൽ. അപകട കാരണം വ്യക്തമല്ല.